എക്സാമിന്റെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിൽ പലരും തന്നെ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഒരു സൂചന നമ്മളുടെ എക്സാമിനറിന്റെ ഓഫീസിലേക്ക്, നമ്മുടെ അഡ്മിഷൻ ടീമിലേക്ക് വരുന്ന കോൾസ് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി മക്കളുടെ കോൾസ് ആണ് നമ്മുടെ എക്സാമിനറിന്റെ ഓഫീസിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അല്ലെ പഠിച്ചു തുടങ്ങണം, പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നുള്ളൊരു ബോധം എൻ്റെ കുട്ടികൾക്ക് വന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ മക്കളെ, ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചിരുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇത്രയും കാലം ഡിലേ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ മാറിയ പാറ്റേണും അതുപോലെ തന്നെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. ഏത് രീതിയിലായാലും കുഴപ്പമില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ എക്സാമിനറിന്റെ അഗ്നി ബാച്ചിന്റെ കൂടെ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട്, വെരി ഗുഡ്. ഇനി അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ട്യൂഷന് പഠിക്കുന്നുണ്ട്, ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ എങ്ങനെ ആയാലും പഠിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഈ കൗണ്ട് ഡൗൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും 30 ഡേയ്സിന്റെ കൗണ്ട് ഡൗൺ പോലും എടുക്കാനില്ല. കാരണം ഇന്നിപ്പോൾ നമ്മൾ ജൂലൈ 19 ആയിട്ടുണ്ട്, നമ്മളുടെ എക്സാം ഓഗസ്റ്റ് 18 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 30 ദിവസം തികച്ചുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാത്രമല്ല, എക്സാമിന്റെ ഒരു 1 വീക്ക് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിവിഷൻ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്റ്റഡി മിഷനുമായിട്ട് നമ്മളുടെ എക്സാമിനർ വരുന്നുണ്ട് തിങ്കളാഴ്ച കറക്റ്റ് 7 മണിക്ക്. അപ്പൊ എൻ്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു ലൈവിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങളാണുള്ളത് അല്ലെ, ആ കുറച്ച് ദിവസങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ ഒരു ലൈവിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം പഠിച്ചു തുടങ്ങിയതുപോലെ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിന്റെ അഗ്നി ബാച്ചിന്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾക്ക് ഈ തിങ്കളാഴ്ച വരുന്ന ലൈവിൽ നിങ്ങൾക്ക് പറയുന്ന ആ ഒരു എന്ത് കാര്യമാണോ, എന്ത് മിഷനാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ നിങ്ങൾ നമ്മളുടെ അഗ്നി ബാച്ച് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കിനി സമയമില്ലാത്തത് കൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സോ പാർട്ട് 1 പാർട്ട് 2 ലൈവ് കണ്ട് സമയം കളയാനില്ല. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം നമ്മൾ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ 1 ഷോട്ട് ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യണം. അത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചിൽ കിട്ടുന്നുണ്ടാകും. അപ്പോൾ 1 ഷോട്ട് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുന്നു? ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അറിയുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ വീണ്ടും ആ ചാപ്റ്ററിന്റെ ക്ലാസ് കാണണമെന്നില്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അറിയുന്ന ചാപ്റ്റേഴ്സിന്റെ നോട്ട് യൂസ് ചെയ്യുക, അറിയാത്ത ചാപ്റ്റേഴ്സിന്റെ 1 ഷോട്ട് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്കോർ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് 4999 ആണ്. അപ്പൊ ലേറ്റ് ആക്കാതെ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, ഡിലേ ആക്കരുത്. ഡിലേ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിൽ ഇല്ല അല്ലെ, മാക്സിമം ഡിലേ ആക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മുടെ കയ്യിലില്ല. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. തിങ്കളാഴ്ച 7 മണിക്കുള്ള ലൈവ് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായി പഠിക്കുക.